ബാധിക്കാൻ. അപ്പൊ കണ്ണേറ് എന്നത് ഹക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിൽ വന്നതാണ്, അൽ ഐനു ഹഖ്ഖുൻ, കണ്ണേർ സത്യമാണ്, കണ്ണേർ സത്യമാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതെങ്കിലും ഒരു കാര്യം അള്ളാന്റെ ഖദറിനെ മറികടക്കുമായിരുന്നുവെങ്കിൽ ലസബഖതുൽ ഐൻ, കണ്ണേർ അതിനെ മറികടക്കുമായിരുന്നു. അള്ളാന്റെ ഖദറിനെ വിധിയെ മറികടക്കാൻ ഒന്നിനും സാധ്യമല്ല. ഏതെങ്കിലും ഒന്നിന് സാധിക്കുമായിരുന്നുവെങ്കിൽ കണ്ണേറിന് സാധിക്കുമായിരുന്നു. അത്രയും അപകടം പിടിച്ചതാണ് കണ്ണേർ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത് കണ്ണേർ അള്ളാന്റെ വിധി കഴിഞ്ഞാൽ പിന്നെ കണ്ണേർ കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്ക് അത്ര അപകടം പിടിച്ചതാണ്. ആളുകൾ മരിക്കുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എത്രയോ കുട്ടികൾ, എത്രയോ ഭംഗിയുള്ള ആളുകൾ, ചുറുചുറുക്കുണ്ടായിരുന്ന ആളുകളെ കാണാൻ പെട്ടെന്ന് ഇടിഞ്ഞു പൊളിഞ്ഞു വീണതുപോലെ ആകുന്നത്. രോഗങ്ങൾ, ഡോക്ടർമാർക്കൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത, എത്ര ചികിത്സിച്ചിട്ട് മാറാത്ത രോഗങ്ങളിലേക്ക് ചില ആളുകൾ പോകുന്നത് കാണാം. നല്ല ആരോഗ്യം ഉണ്ടായിരുന്ന മനുഷ്യന്മാർ, നല്ല ഭംഗിയുണ്ടായിരുന്ന, ഉഷാറുണ്ടായിരുന്ന കുട്ടികൾ, അങ്ങനെ പലർക്കും. കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഈ കണ്ണേർ ബാധിക്കാൻ സാധ്യതയാണ്. കാരണം അവരെ എല്ലാവരും നന്നായി നോക്കും. അതുപോലെ പല സുഹൃത്തുക്കളും പറയാറുണ്ട്, കല്യാണ ദിവസത്തിന് ശേഷം, വിവാഹത്തിന്റെ അന്ന്, അതിനുശേഷം അസുഖങ്ങളും ആകെ ബുദ്ധിമുട്ടുകളും. എന്താ? കല്യാണത്തിന് പിയാപ്പിളിനെ എല്ലാവരും നോക്കുമല്ലോ. എത്ര ആള് മാഷാ അല്ലാഹ് ബാറക്കല്ലാഹു ഫീക്ക് എന്ന് പറയും. എത്ര ആളുകൾ പറയും. പല പ്രായം ചെന്ന പല സ്ത്രീകളും തുറിച്ച് നോക്കും, ഉള്ളില് തുളച്ചിട്ട് ഇപ്പുറത്തോട്ട് പോകുന്ന വിധത്തിലുള്ള നോട്ടം ചില സ്ത്രീകൾ നോക്കുന്നത് കാണാം. പിന്നെ ആരെ? പിയാപ്പിളിനെ. പല സഹോദരങ്ങളും പറഞ്ഞിട്ടുണ്ട്, അതിനുശേഷം സുഖമില്ലാതെ കുറെ ദിവസം എന്തെങ്കിലും അസുഖം. ചില ആളുകൾക്ക് ഷിഫാവും, ബീദിനില്ല, അള്ളാഹു തൗഫീഖ്. അപ്പൊ ഇങ്ങനെ ആളുകൾ, പല ആളുകൾക്ക് രോഗങ്ങൾ വരുന്നത് എപ്പോഴാണ്? വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ കഴിഞ്ഞാൽ. അല്ല, കുറെ ആൾക്കാരൊക്കെ ഇയാൾ മുന്നിൽ നിന്നിട്ട് സ്വീകരിച്ചിട്ടുണ്ടാവും മോന്റെ കല്യാണത്തിന്, മോളെ കല്യാണത്തിന്. പിന്നെ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ആളൊന്നിനും കൊള്ളാണ്ടായി, സുഖമില്ലാതായി. ഇങ്ങനെ ഇത് നമുക്കെല്ലാവർക്കും ഇങ്ങനെ സംഭവിക്കണമെന്നില്ല. പക്ഷേ പല ആളുകളും ഇങ്ങനത്തെ അനുഭവങ്ങൾ പറയാറുണ്ട്. എന്താണ്? അത് കണ്ണേറായിരിക്കാൻ സാധ്യതയുണ്ട്. അള്ളാഹുവിന്റെ അനുമതിയോട് അത് ഫലിക്കും. കണ്ണേർ എന്ന് പറയുന്നത് അതിന്റെ ഹഖീഖത്ത് എന്താണിത് സംഗതി? ഇതെങ്ങനെയാണ് നടക്കുന്നത്? അല്ലാഹു അഅലം, അള്ളാഹുവിനാണ് അറിയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പിച്ചു, അതങ്ങനെ നടക്കും. ചില പണ്ഡിതന്മാർ, ഇബ്നുൽ ഖയ്യിമിനെ പോലുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ അത് ഈ നോക്കുന്നവന്റെ കണ്ണിൽ നിന്ന് വല്ലതും പോയി അവനിൽ തറക്കുന്നതാവാം. അല്ലാഹു അഅലം. നോക്കുന്നവന്റെ കണ്ണിൽ നിന്ന് വല്ലതും പോയി അവനെ തറക്കുന്നതാവാം. ഇത് നിഷേധിച്ചിട്ടുണ്ട് ഹദീസ് നിഷേധികൾ. കാരണം എന്താ? അവന്റെ അഖലിന് യോജിച്ചിട്ടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യം അവന്റെ അഖലിന് യോജിച്ചിട്ടില്ല. അവർ പറയുന്നു ഹദീസ് നിഷേധിക്കും. പക്ഷെ ഖുർആനിലുള്ള കാര്യം, അള്ളാന്റെ കിതാബിലുള്ള കാര്യം. നോക്കൂ നിങ്ങൾ, സൂറത്തു അൽ ഖലം, സൂറത്തുൽ ഖലമിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു പറഞ്ഞു, വയകാദു അല്ലദീന കഫറു ലയുസ്ലിഖൂനക ബിഅബ്സാരിഹിം ലമ്മാ സമിഉ الذിക്റ വയഖൂലൂന ഇന്നഹു ലമജ്നൂൻ. കാഫിറുകൾ അവരുടെ കണ്ണുകൾ കൊണ്ട് നിന്നെ വീഴ്ത്തിയേക്കാം. അള്ളാഹുന്റെ കിതാബിലുള്ളതാണ്. മുഫസ്സിറുകൾ വ്യക്തമായി പറഞ്ഞു അവിടെ ഉദ്ദേശം എന്താണ്? കണ്ണേറാണ്. അതുപോലെ നോക്കൂ നിങ്ങൾ, സൂറത്ത് യൂസുഫ്, യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം മക്കളെ ഒന്നാകെ മിസ്റിലേക്ക് പറഞ്ഞേക്കുമ്പോ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെയും കാണാതായി, പിന്നെ ബിന്യാമിനെയും കാണാതായി. അപ്പൊ രണ്ടാളെയും തെരഞ്ഞുങ്ങൾ പോകൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അതിനു മുമ്പ് ബിന്യാമിനെയും കൂട്ടിപ്പോയല്ലോ ഇവര് യൂസുഫിന്റെ അടുത്തേക്ക്, യൂസുഫാണെന്ന് തിരിച്ചറിയാതെ. അപ്പോ മക്കളെ പറഞ്ഞേക്കുമ്പോ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം മക്കളോട് പറഞ്ഞു, യാ ബനിയ ലാ തദ്ഖുലൂ മിൻ ബാബിൻ വാഹിദിൻ വദ്ഖുലൂ മിൻ അബ്വാബിൻ മുതഫർരിഖ. സൂറത്ത് യൂസുഫിലെ ആയത്താണ്. മക്കളെ, നിങ്ങൾ പോകുമ്പോ എല്ലാരും കൂടി ഒരു വാതിലൂടെ, ഒരു വഴിയിലൂടെ കയറരുത്, പല വഴിയിലൂടെ കയറുക. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ സഹോദരന്മാർ എത്രയാണ്? 11 ആളുകളുണ്ട്. യൂസുഫ് നബിയും കൂട്ടി 12 ആളുകൾ. സ്വപ്നം കണ്ടത് അങ്ങനല്ല, ഇന്നി റഅയ്തു 11 കൗകബൻ, 11 നക്ഷത്രങ്ങളെയും, വശംസ വൽ ഖമർ, സൂര്യനെയും ചന്ദ്രനെയും. അതാരാ സൂര്യനും ചന്ദ്രനും? ഉപ്പയും ഉമ്മയും. ഖമറാണ് ഉപ്പ, ഷംസാണ് ഉമ്മ. തിരിച്ചല്ലോ കേട്ടോ, നമ്മളെ മലയാളത്തിൽ അങ്ങനെ പറയരുത്. സൂര്യൻ ഉപ്പയും ഖമർ ചന്ദ്രനും അങ്ങനല്ല. അറബിയിൽ ഖമറാണ് മുദക്കർ, ഷംസ് മുഅന്നസാണ്. അപ്പൊ ഖമറാണ് ഉപ്പ, ഷംസാണ് ഉമ്മ എന്നാണ് സഅദി റഹിമഹുല്ലാ അത് വ്യക്തമായ ആയത്തിന്റെ തഫ്സീർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ സ്വപ്നം കണ്ടു. അപ്പൊ യാക്കൂബ് നബിക്ക് 12 മക്കളുണ്ട്. അപ്പൊ ഇതിൽ
11 മക്കൾ. പോകുമ്പോ പറയുകയാണ് നിങ്ങൾ എല്ലാവരും കൂടി ഒരു വാതിലൂടെ കയറരുത്, പല വാതിലൂടെ കയറണം. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു, എന്തിനാ യാക്കൂബ് നബി അങ്ങനെ പറഞ്ഞത്? മക്കൾക്ക് കണ്ണേറ് ബാധിക്കാതിരിക്കാൻ. എന്താണ് കാരണം? മക്കളൊക്കെ നല്ല ഭംഗിയുള്ള മക്കളാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് നമുക്കറിയാലോ. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൊത്തം ഭംഗിയുടെ ജമാലിന്റെ പകുതി യൂസുഫ് നബിക്ക് കിട്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് പെണ്ണുങ്ങൾ നോക്കി നിന്നിട്ട് കൈ തന്നെ മുറിച്ചു പോയത്. അപ്പൊ യൂസുഫ് നബിയുടെ ഇക്കാക്കാരും അനിയനൊക്കെ മോശമാവോ? ഇല്ല, ഏകദേശം ഭംഗി ഉണ്ടാവുമല്ലോ സഹോദരന്മാർ. അങ്ങനെ നല്ല ഭംഗിയുള്ള ആളുകളാണ്. അതുകൊണ്ടാണ് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ പറഞ്ഞത്. അള്ളാഹിന്റെ കിതാബിലായത്താണ്. കണ്ണേറിന് ഖുർആനിൽ തെളിവുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ അൽ ഐനു ഹഖ്ഖുൻ, കണ്ണേർ സത്യമാണ്. അള്ളാഹുവിനോട് നിങ്ങൾ സഹായം തേടുക. അതുപോലെ ആമിർ ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം, സഹൽ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹു കുളിച്ചിട്ട് കൊളക്കടവിൽ നിൽക്കുമ്പോൾ ആമിർ ഇബ്നു റബീഅ അതിലൂടെ പോയി. എന്നിട്ട് പറഞ്ഞു, എന്തൊരു ഭംഗിയാണ്, ഇതുപോലെ ഭംഗിയുള്ള ആളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അദ്ദേഹം ബോധം കെട്ടുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതറിഞ്ഞു. ആരെങ്കിലും നിങ്ങൾ സംശയിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ആമിർ ഇബ്നു റബീഅ ഇങ്ങനെ പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയപ്പെട്ടു. റസൂലുള്ളാഹി പറഞ്ഞു, ലിമാദാ യഖ്തുലു അഹദുക്കും അഖാഹ്, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ സഹോദരനെ കൊല്ലുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരനിൽ എന്തെങ്കിലും ഖൈറ്, അജബ് തോന്നുന്ന, അത്ഭുതം തോന്നുന്ന, ആശ്ചര്യം തോന്നുന്ന കാര്യം കണ്ടാൽ ബറക്കത്തിന് കൊണ്ട് ദുആ ചെയ്തുകൂടായിരുന്നോ? ബാറകല്ലാഹു ഫീക്, അള്ളാഹു നിനക്ക് ബറക്കത്ത് ചെയ്യട്ടെ എന്ന് പറയുക. അതുപോലെ ഖുർആനിൽ സൂചനയുണ്ട്. 2 തോട്ടത്തിന്റെ ആളുകൾ, ഒരു കൂട്ട് സൂറത്തുൽ കഹ്ഫിലുള്ളത്, ഒരു തോട്ടത്തിലെ ആൾ മറ്റേ സുഹൃത്തിനോട് പറയുന്നത് എന്താണ്? വലൗലാ ഇദ് ദഖൽത ജന്നതക ഖുൽത മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, നിനക്ക് നിന്റെ തോട്ടത്തിൽ കയറിയപ്പോൾ പറഞ്ഞുകൂടായിരുന്നോ മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞുകൂടായിരുന്നോ? അപ്പോ ഈ ആയത്തിന്റെ വെളിച്ചത്തിൽ പല ഉലമാക്കളും മാ ശാ അല്ലാഹ് എന്നും പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മാ ശാ അല്ലാഹ് എന്ന് പറഞ്ഞാലും ഇല്ലെങ്കിലും ബറകല്ലാഹു ഫീക് എന്ന് പറയാൻ വിട്ടുപോയത്. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ എന്ന്. എന്തിന്? നമ്മുടെ കണ്ണേറ് മറ്റവന് ബാധിക്കാതിരിക്കാൻ. കാരണം മുസ്ലിമീങ്ങളെ ദ്രോഹിക്കാൻ പാടില്ലല്ലോ. നമുക്ക് കണ്ണേറ് വരാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല, നമ്മുടെ സഹോദരനും കണ്ണേറ് വരാൻ നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി, സ്വന്തം കാര്യത്തിൽ ഇഷ്ടപ്പെടുന്നത് സഹോദരന്റെ കാര്യത്തിലും ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങൾ മുഅ്മിനുകളാവുകയില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അപ്പൊ ഇങ്ങനെയാണ് ബാധിക്കാതിരിക്കാൻ. ഇനി ഒരാൾക്ക് ബാധിച്ചു എന്ന് തോന്നിയാൽ എന്താണ് ചെയ്യേണ്ടത്? അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആമിർ ഇബ്നു റബീഅയെ വിളിച്ചു, അദ്ദേഹത്തിന്റെ ശരീരത്തിലൂടെ വെള്ളം ഒഴിച്ചു, വദു എടുക്കുന്ന ഭാഗങ്ങളിലും അതുപോലെ കാലിൽ വസ്ത്രം ധരിക്കുന്ന ഈ ഭാഗത്തും കാലിന്റെ ഭാഗത്തുമൊക്കെ തൊടയുടെ ഭാഗത്തുമൊക്കെ വെള്ളം ഒഴിച്ച്, ആ വെള്ളം ആർക്കാണോ കണ്ണേറ് ബാധിച്ചെന്ന് തോന്നിയത് അദ്ദേഹത്തിന്റെ ശരീരത്തിലൂടെ ഒഴിച്ചു. ചില ഹദീസ് നിഷേധികൾ ഇതിനെക്കുറിച്ച് പണ്ട് നോട്ടീസ് ഇറക്കിയത് പ്രാകൃത ചികിത്സ പഠിപ്പിക്കുന്നു എന്നാണ്. ഇസ്ലാമിന് പുറത്തു വന്ന വാക്കാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും പഠിപ്പിച്ച കാര്യത്തെയാണ് അവൻ പറയുന്നത് പ്രാകൃത ചികിത്സ. അവന് പ്രാകൃതമായി തോന്നി റസൂലുള്ളാഹിന്റെ ഹദീസിന്. അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും ചെയ്തിട്ടുള്ള പ്രവൃത്തിയെ പറഞ്ഞത് പ്രാകൃത ചികിത്സ എന്നാണ്. നഊദു ബില്ലാഹ്. അള്ളാഹു അത്തരക്കാരുടെ ശർറിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ സഹീഹ് മുസ്ലിമിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൈദസ്തുഗ്സിൽതും ഫഗ്സിലു, നിങ്ങളോട് ആരെങ്കിലും ഇങ്ങനെ കഴുകി കൊടുക്കാൻ ആവശ്യപ്പെട്ടാൽ, എന്റെ കണ്ണേറ് ബാധിച്ചായിട്ടാണ് സംശയം, അതുകൊണ്ട് എന്റെ ഇതുപോലെ കഴുകിയിട്ട് തരണം, വെള്ളം തരണം, ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ കഴുകിയിട്ട് വെള്ളം തരണം എന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ ഫഗ്സിലു, കഴുകി കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. അപ്പൊ ഇത് ആണ് പരിഹാരം. ഇത് നമുക്ക് ബാധിക്കാതിരിക്കാൻ ദിക്റുകളും ദുആകളും ഒക്കെ പതിവാക്കുക. എല്ലാ ദിവസവും മന്ത്രിച്ചു കൊടുക്കുക. കുട്ടികൾക്ക് മന്ത്രിച്ചു കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസനെയും ഹുസൈനെയും മന്ത്രിച്ചു കൊടുക്കാറുണ്ട്. ഉഈദുകുമാ ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തു, ഈ ദുആ ആണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം 2 മക്കൾക്ക് ചെയ്തു കൊടുത്തത്, ഇസ്മായിലിനും ഇസ്ഹാഖിനും. ഉഈദുകുമാ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി രക്ഷ തേടുന്നു, നിങ്ങൾക്ക് 2 പേർക്ക് വേണ്ടി രക്ഷ തേടുന്നു. ബികലിമാത്തില്ലാഹി താമ്മ, അള്ളാഹുവിന്റെ പൂർണ്ണമായ കലിമത്തുകളോട്. മിൻ കുല്ലി ശൈത്താനിൻ, എല്ലാ ശൈത്താനിൽ നിന്നും, വഹാമ്മ, എല്ലാ ഹിംസ്ര ജന്തുക്കളിൽ നിന്നും, വമിൻ കുല്ലി ഐനിൻ ലാമ്മ, എല്ലാ കണ്ണേർ തട്ടുന്ന കണ്ണിൽ നിന്നും.
അപ്പൊ വഈദുക എന്ന് പറഞ്ഞ് കുട്ടികൾക്ക് മന്ത്രിച്ചു കൊടുക്കുക. അത് കയ്യിലൂതി ശരീരത്തിൽ തടവി കൊടുക്കാം. ഇനി നമ്മളാണെങ്കിൽ അഊദു എന്ന് പറഞ്ഞു ചൊല്ലുക. അഊദു ബികലിമാത്തില്ലാഹി തആല മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാം. ദിക്ർ പഠിക്കുക. ഇതറിയില്ലേ? ഖുർആനിലെ അവസാനത്തെ സൂറത്തുകൾ 3 സൂറത്തുകൾ ഓതി കയ്യിലൂതി തടവിയാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും ഗൗരവം പറഞ്ഞ ഈ കണ്ണേറിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കുട്ടികളുടെ കാര്യം ശ്രദ്ധിക്കണം. ഒരു പകർച്ചവ്യാധി നാട്ടിലുണ്ട് എന്ന് കേട്ടാൽ എത്ര നമ്മൾ ശ്രദ്ധിക്കും? നാട്ടിലാകെ ഒരു പകർച്ചവ്യാധി ഉണ്ട്, എല്ലാവരും അത് ബാധിച്ച് അപകടത്തിലാണ് എന്ന് കണ്ടാൽ നമ്മൾ എത്ര പേടിക്കും? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറയുന്നത്, എന്റെ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത് ഇതുകൊണ്ടാണ്. അപ്പൊ എത്ര നമ്മൾ ശ്രദ്ധിക്കണം? നമ്മുടെ കുടുംബത്തിൽ വസിയത്ത് ചെയ്യണം. ഈ കാര്യം ഫോൺ വിളിച്ചിട്ട് ചോദിക്കണം, ദിക്ർ ചൊല്ലിയോ, ഇന്ന് ദിക്റുകൾ ചൊല്ലിയോ, രാവിലത്തെ ചൊല്ലിയോ, വൈകുന്നേരത്തെ ചൊല്ലിയോ, എന്തൊക്കെ കാര്യത്തിൽ നമ്മൾ വിളിക്കാറുണ്ട്. അങ്ങനെയാണ് മുഅ്മിനുകൾ പരസ്പരം ചോദിക്കേണ്ടത്, അങ്ങനെയാണ് ചെയ്യേണ്ടത്. ചോദിക്കണം കുട്ടികളോട്, ഭാര്യയോട്, അടുത്ത ആളുകളോട്, ഇങ്ങനെ ചൊല്ലിയോ, ദിക്റുകൾ ചൊല്ലിയോ എന്ന് ചോദിച്ച് ഉറപ്പുവരുത്തണം. ഇത്രയും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതിനെ നിഷേധിക്കുന്ന ആളുകൾ അങ്ങനെയാണല്ലോ, സയൻസ് പറഞ്ഞാൽ അവൻ അംഗീകരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു കാര്യം കുറെ കാലം കഴിഞ്ഞിട്ട് സയൻസ് പറഞ്ഞാൽ പറയും, കണ്ടോ സയൻസിൽ ഒരു പറഞ്ഞിരിക്കുന്നു, ഇന്ന സയന്റിസ്റ്റ് പറഞ്ഞിരിക്കുന്നു. ഓനേറ്റവും വലുത് ഏതാ? സയൻസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു കാര്യം അത് ശരിപ്പെടുത്തിയാൽ, സയൻസ് അതിനെ ശരിപ്പെടുത്തിയാൽ സയൻസിനെ അല്ലല്ലോ, സയന്റിസ്റ്റുകൾക്ക് അല്ലല്ലോ. ഇനി അല്ലാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവര് ശരിപ്പെടുത്തിയോ ശരിപ്പെടുത്തിയില്ലേ എന്നതുകൊണ്ടല്ല ഇത് ഹക്കായി മാറുക. ഇത് ഹക്കായി മാറുക അതുകൊണ്ടല്ല. പല ആളുകൾ ഇതിന്റെ പിന്നാലെ പോയിട്ട് പല അബദ്ധത്തിനും ചാടിയിട്ടുണ്ട് സയൻസിന്റെ. കാരണം സയൻസ് എന്ന് പറയുന്നത് മനുഷ്യന്മാരെ നോക്കി കണ്ടുപിടിക്കുന്നതാണ്. അത് നോക്കുന്നവന്റെ ഊഹവും അവന്റെ കണക്കുകൂട്ടലൊക്കെ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. നമ്മളൊക്കെ സ്കൂളിൽ പാടി പഠിച്ച പല കാര്യങ്ങളും ഇപ്പൊ കുട്ടികൾ തെറ്റാണെന്നാണ് പഠിക്കുന്നത്. ഉറപ്പാണ്. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ എത്ര ഗ്രഹങ്ങളുണ്ടെന്ന് പഠിച്ചത്? 9 അല്ലേ? ഇപ്പൊ എത്രയായി? ഇപ്പൊ 8 പറയുന്നത്. 1 അവർ ഔട്ടായി ആണ്. നമ്മളൊക്കെ പഠിച്ചതല്ലേ? ഇപ്പോ 8 പറയുന്നത്. ഇതെന്താണ്? അവരുടെ നിരീക്ഷണങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ഇതൊരു ഉദാഹരണം, ഇങ്ങനെ എമ്പാടും ഉദാഹരണങ്ങളുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളെ ഖുർആനെ വിലയിരുത്താൻ പോകരുത്. അത് ഖൈറിനേക്കാൾ അധികം ഷർറാണ് ഉണ്ടാക്കുക. കാരണം മറ്റുള്ള ദീനിന്റെ ആളുകൾ അവർ ഇതേപോലത്തെ പല വ്യാഖ്യാനങ്ങളും പറയാറുണ്ട്. ഖുർആനിൽ പറഞ്ഞൊരു കാര്യം സയൻസിലുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അവർ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, പണ്ട് നമ്മൾ കിതാബിൽ പറഞ്ഞതാണ് പുഷ്പക വിമാനം എന്ന് പറഞ്ഞ ഒരാൾ ഇങ്ങനെ കയറിപ്പോണ്, അതാണ് ഇപ്പോഴത്തെ ഫ്ലൈറ്റ്. ഇത് പണ്ടേ നമ്മുടെ കിതാബിലുണ്ട്. ഇങ്ങനെ മൂഢമായ പല കാര്യങ്ങളും സയൻസിനെ ഒപ്പിച്ചിട്ട് ദീനുണ്ടാക്കാൻ നടക്കുന്ന ആളുകൾ പറയാറുണ്ട്. അവരുടെ സംസാരം തോന്നിപ്പോകും ഇതെന്തായാലും ഇത് തെറ്റാൻ ഒരു വഴിയുമില്ല സയൻസ്. മറ്റത് തെറ്റാനും ശരിയാവാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണല്ലോ ഇതിനോട് തട്ടിച്ചിട്ട് ശരിയാണോ തെറ്റാണോ എന്ന് വിലയിരുത്തുന്നത്. അപ്പൊ അവന്റെ മനസ്സിൽ തെറ്റാത്ത കാര്യം ഏതാ? ഖതായിയായ കാര്യം ഏതാ? സയൻസാണ്. അത് തന്നെ തെറ്റാണ്. ആ ഒരു ചിന്ത ഒരിക്കലും മുസ്ലിമിന് പാടില്ല. തെറ്റാത്തത് അള്ളാഹു പറഞ്ഞതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഇവൻ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കി കണ്ടുപിടിക്കുന്നതല്ല തെറ്റാത്തത്. അത് തെറ്റാൻ സാധ്യത ഉള്ളതാണ്. അള്ളാഹുവിന്റെ വഹയാകട്ടെ തെറ്റുകയില്ല. ഇങ്ങനെ നോക്കുന്ന ചില ആളുകൾ കണ്ണേറിനെ നിഷേധിക്കും, എന്നാൽ വേറെ പലതിനെയും അവർ അംഗീകരിക്കും. ഇപ്പൊ നോക്കൂ, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് കണ്ണേറിനെ നിഷേധിക്കുന്ന ആളുകൾക്ക് മറുപടി കൊടുക്കാൻ പറഞ്ഞ ഒരു ഹദീസുണ്ട്. കണ്ണേറിനോട് സാദൃശ്യം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാര്യം സഹീഹുൽ ബുഖാരിയിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു സമിഅ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്തുബു അലൽ മിംബർ. റസൂലുള്ള മിംബറിന്റെ മുകളിൽ നിന്ന് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. സഹീഹ് ബുഖാരിയിലെ ഹദീസാണ്. എന്താണ് റസൂലുള്ള പറഞ്ഞത്? ഉഖ്തുലുൽ ഹയ്യാത്ത്, പാമ്പുകളെ നിങ്ങൾ കൊല്ലുക. എങ്ങനത്തെ പാമ്പുകളാണ്? വഖ്തുലു ദത്തുഫിയതൈനി വൽ അബ്തർ. ദത്തുഫിയതൈൻ എന്ന് പറഞ്ഞാൽ 2 വരകളുള്ള പ്രത്യേകമായ ഒരു അടയാളമാണത്. 2 വര പോലെ ഒരു അടയാളം ദേഹത്തുള്ള പാമ്പ്. വൽ അബ്തർ, അബ്തർ എന്നാൽ നമുക്കല്ല വാലറ്റത്. പാമ്പിന് പൊതുവെ വാലില്ല, പക്ഷെ അറ്റതുപോലെ വാല് മുറിഞ്ഞതുപോലെ ശരീരമുള്ള ഒരു പാമ്പുണ്ട്. അതിനെ നിങ്ങൾ കൊല്ലുക. പ്രത്യേകം കൊണ്ടോ കണ്ട ഉടനെ കൊല്ലുക. എന്താ കാരണം? ഫഇന്നഹുമ, ആ 2 പാമ്പുകൾ യത്മിസാനിൽ ബസർ,
കാഴ്ച ഇല്ലാതാക്കി കളയും. വയസ്തസ്ഖിതാനിൽ ഹബൽ, ഗർഭിണിയുടെ ഗർഭം അലസിപ്പിച്ചു കളയും. ഈ പാമ്പ് നോക്കിയാൽ തന്നെ, നോക്കിയാൽ കണ്ണറിനെ നിഷേധിക്കുന്ന പല ആളുകളും അങ്ങനെ ഉണ്ടല്ലോ, ചിലതെടുക്കും ചിലതെടുക്കൂല, യഹൂദികളെ പോലെയാണ്. അഫതുഅ്മിനൂന ബിബഅദിൽ കിതാബി വതക്ഫുറൂന ബിബഅദ്. അല്ലാഹു ചോദിച്ചല്ലോ, അഫതുഅ്മിനൂന ബിബഅദിൽ കിതാബ്, നിങ്ങൾ കിതാബിൽ ചിലത് വിശ്വസിക്കുകയും ചിലത് ഒഴിവാക്കുകയുമാണോ? ചില ആളുകൾക്ക് ഇസ്ലാം അങ്ങനെയാണ്, അവൻ ഇഷ്ടപ്പെട്ടത് എടുക്കും, അവൻ ഇഷ്ടപ്പെടാത്തത് ഒഴിവാക്കും. ചില ആളുകൾക്ക് സലഫി മനഹജ് അങ്ങനെയാണ്, അവന് പറ്റിയത് എടുക്കും, അവന് പറ്റാത്തത് വരുമ്പോ എടുക്കും. ചില ആളുകളെ ശത്രുത വരുമ്പോൾ അവർക്കെതിരെ നന്നായിട്ട് ഉപയോഗിക്കും. എന്നാൽ സ്വന്തം നേരം വരുമ്പോഴോ അത് കാടൻ ചിന്താഗതിയാണ്, അത് മനുഷ്യന്മാരെ മുന്നിൽ പറയാൻ പറ്റാത്തതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളിക്കളയും. യഹൂദികളുടെ സ്വഭാവം തുഅ്മിനൂന ബിബഅദിൽ കിതാബ് തക്ഫുറൂന ബിബഅദ്. ഇസ്ലാം ആവും വേണം, എന്നാൽ ഇസ്ലാം സ്വീകരിക്കാനൊട്ട് മനസ്സില്ല. സലഫി ആവും വേണം, എന്നാൽ സലഫിയത്ത് പല കാര്യത്തിലും അവർ വേണ്ടയും താനും. ഇങ്ങനെ പാടില്ല. ഇങ്ങനെ സ്വീകരിക്കുന്ന ആളുകൾ, ഈ ഹദീസിനെ തള്ളാത്ത ആളുകളുണ്ട്, കണ്ണറിന് നിഷേധിക്കുന്ന ആളുകൾ. ഇബ്നുൽ ഖയ്യിം ചോദിച്ചു, ഇതെങ്ങനെ പിന്നെ നിങ്ങൾ ശരിവെക്കും? ആ പാമ്പ് നോക്കിയാൽ തന്നെ ഗർഭലസി പോകും, കാഴ്ചയില്ലാതായി പോകും. ഇത് അള്ളാഹുവിന്റെ ഖദർ കൊണ്ട് ബിഇദ്നില്ല നടക്കുമെങ്കിൽ കണ്ണറും നടക്കാൻ യാതൊരു പ്രയാസമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് അതുണ്ട്. അതിൽ നിന്ന് എന്താണ് ചെയ്യേണ്ടത്? ഉറുക്കെട്ടി നടക്കല്ല, ദർഗയിൽ പോയി അവിടെ തവക്കുൽ വെക്കലല്ല, മറിച്ച് അള്ളാഹുവിനോട് ഇസ്തിആദത്ത് തേടുക, അള്ളാഹുവിനോട് സഹായം തേടുക. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പലതും അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ് തള്ളുന്ന ആളുകൾ, വിശ്വസിക്കുന്ന ആളുകൾ എന്താണ് പറയുന്നത്? അവരൊക്കെ ശിർക്ക് ചാടിയെന്നാണ്. പക്ഷെ ഇവരാണ് യഥാർത്ഥത്തിൽ ശിർക്ക് ചാടാൻ സാധ്യത. കാരണം ഇവരിങ്ങനെ എന്തുണ്ടെങ്കിലും ശൈത്താന്റെ സഹായത്തോടെ പലതും കാണിച്ചാൽ ഇവർ പറയുന്നത് അങ്ങനെയൊന്നും നടക്കൂല എന്നാണ്. നമ്മൾ പറയുന്നു അല്ല, ശൈത്താൻ പല കാര്യങ്ങളും കാണിക്കും. എന്തിന്? ആളുകളെ ശിർക്കിലും കുഫറിലും എത്തിക്കാൻ. അങ്ങനെയുള്ള മുഅ്മിനുകളെ സംബന്ധിച്ചിടത്തോളം ഒരുത്തം വന്നിട്ട് എന്ത് കാണിച്ചാലും, അവൻ ആകാശത്തൂടെ നടന്നാലും വെള്ളത്തിന് മുകളിലൂടെ നടന്നാലും ആകാശത്തൂടെ പറന്നാലും നമ്മൾ വിശ്വസിക്കുകയില്ല. അവൻ വലിയ ശൈത്താനാണെന്ന് നമ്മൾ പറയും, വലിയുല്ലാഹി ആണെന്ന് നമ്മൾ പറയുകയില്ല. ശൈത്താനാണ് താങ്ങിയെടുത്ത് നടക്കുന്നതായിരിക്കും, ശൈത്താൻ അവനെ താങ്ങി നിർത്തുന്നതായിരിക്കും എന്നേ മുഅ്മിനുകൾ പറയുകയുള്ളൂ. മസീഹു ദജ്ജാൽ വന്നാലും അതാണ് സംഭവിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ദജ്ജാൽ വരും, എന്നിട്ട് ഒരുത്തനോട് പറയും, ഞാൻ നിന്റെ റബ്ബാണ്, വിശ്വസിക്കോ? നിന്റെ ഉമ്മയും ഉപ്പയും ഞാൻ കൊണ്ടുവന്ന് മുന്നിൽ നിർത്തി തരൂ. അതാ അവന്റെ ഉമ്മയും ഉപ്പയും വരികയാണ്. എന്നിട്ട് എന്താ പറയുന്നത്? യാ ബുനയ്യ ഹാദാ റബ്ബുക്, മോനെ ഇതാണ് നിന്റെ റബ്ബ്, വിശ്വസിച്ചോളൂ. ആരെ? ദജ്ജാലിനെ ചൂണ്ടിട്ട്. ഈ പറയുന്ന ആളുകൾ ഹദീസ് നിഷേധികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസിനെ നിഷേധിച്ച ആളുകൾ അപ്പോൾ ദജ്ജാലിന്റെ ഇബാദായി മാറും, ദജ്ജാലിന്റെ ഇബാദത്ത് ചെയ്യുന്ന ദജ്ജാലിന്റെ അടിമകളായി മാറും. അഹ്ലുസുന്ന മുഅ്മിനുകൾ ഒരിക്കലും ആവുകയില്ല. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്, രണ്ട് പിശാചുക്കൾ മരിച്ചവരൊരിക്കലും ഈ ദുനിയാവിലേക്ക് ജീവിച്ചിട്ട് വരികയില്ല. അവർ ബർസഖിലാണ്, അവർക്ക് ദുനിയാവുമായി യാതൊരു ബന്ധവുമില്ല, ഇങ്ങോട്ടും കണക്ഷനില്ല അങ്ങോട്ടും കണക്ഷനില്ല. അവർ ബർസഖിനപ്പുറത്താണ്. പിന്നെ ആരാണ് വരുന്നത്? രണ്ട് പിശാചുക്കൾ ഇവന്റെ ഉപ്പാന്റെ ഉമ്മാന്റെ രൂപത്തിൽ വരുന്നു. എന്തിന്? ഇവൻ മുശിരിക്കാവാൻ വേണ്ടി. ശൈത്താന് സന്തോഷമല്ലോ, ശൈത്താൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഇവൻ മുശിരിക്കാവുക, ഇവൻ കാഫറാവുക എന്നതാണ്. അഹ്ലുസുന്നയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ എന്തെങ്കിലും അത്ഭുതം കാട്ടിയാൽ നമ്മൾ വീണു പോവുകയില്ല. അല്ലാത്ത ആളുകൾ വീണു പോകും, അവർ വീണും. അങ്ങനെ പല ആളുകളും വീണിട്ടുണ്ട്. പല ജ്യോത്സ്യന്മാരും ഒരിക്കലും ഇവന് സങ്കല്പിക്കാൻ പറ്റാത്ത കാര്യം ജ്യോത്സ്യൻ പറയുകയാണ്. ഇവൻ ജീവിതത്തിൽ ഒരാളോട് പറഞ്ഞിട്ടില്ല ആ കാര്യം ജ്യോത്സ്യൻ ഇവനോട് നോക്കി പറയുന്നത്. ചിലപ്പോൾ ജ്യോത്സ്യന്റെ അടുത്ത് ഇവൻ വെറുതെ നോക്കാൻ പോയതായിരിക്കും, ഇതിനൊന്നും വിശ്വാസമില്ലാതെ. അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകൾ, അവിടെയൊക്കെ പോയിട്ട് എന്താണെന്ന് അറിയണം എന്ന് ഇവന്റെ ഒക്കെ ഒന്ന് കാണണ്ടാണ്. അങ്ങനെ സ്വന്തത്തെക്കുറിച്ച് അമിതമായ ആത്മവിശ്വാസം കൊണ്ട് ചെന്നതാണ്. ചെന്നിട്ട് ഇയാളിങ്ങനത്തെ അത്ഭുതം പറയുന്ന കേട്ടപ്പോൾ ഓനാകെ അന്തം വിട്ടു. അവന്റെ ഈമാനിനാണ് ഓട്ടം ഉണ്ടായിരിക്കുന്നത്. നമ്മളോ അഹ്ലുസുന്നയെ സംബന്ധിച്ചിടത്തോളം എന്ത് പറഞ്ഞാലും അവൻ എത്ര വലിയ രഹസ്യം പറഞ്ഞോ അത്രയും വലിയ ശൈത്താനാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നമ്മുടെ ചില കാര്യങ്ങൾ നമ്മുടെ കരീനായ ശൈത്താനിന് അറിയാൻ കഴിഞ്ഞേക്കും. ശൈത്താന്റെ മനുഷ്യനേക്കാളും വേഗത്തിൽ പിശാചുകൾക്ക് സഞ്ചരിക്കാൻ സാധിച്ചേക്കും. അങ്ങനെ ഇവൻ എത്തിച്ചു കൊടുത്തിരിക്കും. എന്തിനാണ്? നമ്മളെ ശിർക്കിൽ അകപ്പെടുത്താൻ. അതാണ് ശൈത്താൻ ഏറ്റവും കൂടുതൽ വേണ്ടത്. നമ്മളിതാ ഒരു കയ്യും കാലും അനങ്ങാതെ മരണം വരെ ഇവിടെ കിടക്കുകയാണ്, രോഗിയായി കിടക്കുകയാണ്.
ശൈത്താനെ സംബന്ധിച്ചിടത്തോളം അവനക്കാര്യം സന്തോഷം ഉണ്ടാക്കൂല. അവൻ നമ്മുടെ ശത്രുവാണ്. പക്ഷെ അക്കാര്യം അവന് സന്തോഷം ഉണ്ടാക്കുകയില്ല. എന്താണ് കാരണം? പരലോകമുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട് എന്നുള്ള കാര്യം ശൈത്താൻ അറിയാം. ഖിയാമത്ത് നാളുണ്ടെന്ന് ശൈത്താൻ അറിയാം. അതുകൊണ്ടാണ് അള്ളാഹിനോട് പറഞ്ഞത്, റബ്ബി അൻദിർനീ ഇലാ യൗമി യുബഅതൂൻ, ഖിയാമത്ത് നാൾ വരെ എനിക്ക് ആയുസ് തരണേ. അപ്പൊ ഖിയാമത്ത് നാളുണ്ടെന്ന് എനിക്കറിയാലോ, അള്ളാഹുവിനോട് സംസാരിച്ചിട്ടുണ്ട് അവൻ. നബിമാരാണെന്ന് അവൻ അറിയാം. അറിഞ്ഞിട്ട് ഹക്ക് നിഷേധിക്കാൻ തീരുമാനിച്ച് നരകത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടവനാണ്. ഇന്നമാ യദ്ഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ. അള്ളാഹു പറഞ്ഞു, അവനവന്റെ സൈന്യത്തെ ക്ഷണിക്കുന്നത് നരകത്തിലെ വിറകുകളാകാൻ വേണ്ടിയാണ്, നരകത്തിന്റെ ആളുകളാകാൻ വേണ്ടിയാണ്. അങ്ങനെ ഇറങ്ങിയവനാണ് ശൈത്താൻ. അവനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ നമ്മൾ എന്ത് പ്രയാസം അനുഭവിച്ചാലും അവനതിൽ സന്തോഷമില്ല. മറിച്ച് സന്തോഷം എപ്പോഴാണ്? നമ്മുടെ ദീനിൽ പാളിച്ചകൾ വരുമ്പോഴാണ്. കാരണം അതാണ് പരലോകത്തെ ബാധിക്കുക. ഏറ്റവും ശരിയായ ജീവിതം പരലോകത്താണ്. അതുകൊണ്ടാണ് ഒരാൾ ശിർക്കിൽ ചാടിയാൽ അതിലായിരിക്കും ശൈത്താൻ ഏറ്റവും അധികം സന്തോഷിക്കുക. അപ്പോ കണ്ണേറുണ്ടെന്ന് വിചാരിച്ചതാ തമീമത്ത് കെട്ടുകയല്ല, മറിച്ച് എന്താണ് വേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ നമസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കുക, കൃത്യമായി ജമാഅത്തിന് വരിക, ദിക്റുകൾ അത് പഠിക്കുക, പാലിക്കുക, ചൊല്ലുക, അള്ളാഹുവിനോടുള്ള ദിക്റുകൾ വർദ്ധിപ്പിക്കുക, ദുആ വർദ്ധിപ്പിക്കുക. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. അല്ലാഹു തആല ആലം. സല്ലല്ലാഹു വസല്ലം വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിനാ മുഹമ്മദിൻ